ബിവറേജസ് കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ചു. 1,02,500 രൂപയാണ് ഈ കൊല്ലത്തെ ബോണസ്. കഴിഞ്ഞ കൊല്ലം ഇത് 95,000 രൂപയായിരുന്നു. ഇത്ര നല്ല ലാഭം ഉണ്ടാക്കിയതുകൊണ്ടും ഒരുപാട് ആളുകൾ നന്നായി കുടിച്ചതുകൊണ്ടുമാണ് ഇത്രയും ജീവനക്കാർക്ക് ഇത്തവണ സമുചിതമായി ഓണം ആഘോഷിക്കാൻ കഴിയുന്നത്. അതേസമയം കുടിച്ചവരുടെ വീട്ടിൽ ചിലപ്പം പട്ടിണിയാകുമോ എന്ന സംശയവും എടുത്തു പറയണം. മനീഷ് മഹിബാൽ കുടിയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പിന്നാലെ ബോണസും പറയും മനീഷ്. SKN സംസ്ഥാന ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണം കൊണ്ടുതരുന്ന ഒരു കോർപ്പറേഷനാണ് സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനാണ് ഇത്തവണ 6,000-ഓളം ജീവനക്കാർക്കാണ് ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 4,000-ഓളം വരുന്ന സ്ഥിരം ജീവനക്കാർക്കാണ് 1,02,500 രൂപ ഈ 4,000 സ്ഥിരം ജീവനക്കാർക്കും ലഭിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സംസ്ഥാനത്ത് ഓരോ വർഷവും വിറ്റുവരവിൽ ഗണ്യമായ വർധനമുണ്ടാകുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ. ഇതിൻ്റെ ഭാഗമായി ഈ 4,000 സ്ഥിരം ജീവനക്കാർക്ക് മാത്രമല്ല, കടകളിലെ ഹെഡ് ക്വാർട്ടേഴ്സിലെയും ഒപ്പം തന്നെ ക്ലീനിങ് സ്റ്റാഫിനും എംപ്ലോയ്മെൻറ്റ് സ്റ്റാഫിന് ഇവരൊക്കെ തന്നെ കരാർ ജീവനക്കാരാണ്. ഇവർക്ക് 6,000 രൂപ അധികമായി ബോണസ് നൽകുന്നു, അതായത് ബോണസ് തുക നൽകുന്നു. ഒപ്പം തന്നെ സുരക്ഷാ ജീവനക്കാർക്ക് 12,500 രൂപ കൂടി നൽകുന്നുണ്ട്. സുരക്ഷാ ജീവനക്കാർ ഓരോ ബീവറേജ് ഔട്ട്ലെറ്റിലും 2-3 ജീവനക്കാരുണ്ടാകും. അത്തരത്തിൽ 500-ന് താഴെ ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെ വലിയൊരു അളവിൽ ജീവനക്കാർക്ക് ബോണസ് നൽകുന്നു. ഒപ്പം തന്നെ ഈ വരുമാന വർധനവും ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരമാണ്. 2022-23 കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ വിറ്റുവരവ് 19,700 കോടി രൂപയായിരുന്നു ഒരു വർഷത്തെ വിറ്റുവരവ്. അത് പിന്നീട് 2024-25 ആ വർഷത്തേത് 19,050 കോടി രൂപയാണ്. അങ്ങനെ ഇത്രയും അധികം വരുമാനം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണസ് തുകയിലും ഗണ്യമായ വർധനമുണ്ടായത്. 1,02,500 രൂപയിലേക്ക് എത്തുന്നത്. ഇന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ബോണസ് ചർച്ചയിലാണ് ഇത്രയും തുക നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 95,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷമുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക 7,500 രൂപയാണ് ഇത്തവണത്തെ ബോണസ്. ഇനി അടുത്ത വർഷം, അതായത് ഈ വരുന്ന ഓണത്തിൻ്റെ കണക്കത് അടുത്ത സാമ്പത്തിക വർഷം 2025-26 വർഷം എന്ന രീതിയിൽ അടുത്ത ഓണത്തിന് ബോണസ് നൽകുമ്പോൾ ഇതിലും കൂടുതൽ ബോണസ് ഉണ്ടാകും. ഇപ്രാവശ്യത്തെ ഓണത്തിന് റെക്കോർഡ് വിറ്റുവരവാണ് ബീവറേജ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ലഹരി കുറഞ്ഞ, അതായത് വീര്യം കുറഞ്ഞ മദ്യം കുറച്ചുകൂടി നികുതി ഇളവ് വരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ലഹരി കുറഞ്ഞ, വീര്യം കുറഞ്ഞ മദ്യം നടപ്പിലാക്കാനുള്ള പദ്ധതികളും ബീവറേജ് കോർപ്പറേഷൻ ഇതിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഇനി പ്രതികരിക്കുമോ, എക്സൈസ് വകുപ്പ് പ്രതികരിക്കുമോ എന്ന് നോക്കി കാണേണ്ടതുണ്ട്. നിലവിൽ ഓൺലൈൻ വഴിയുള്ള ഡെലിവറി വേണ്ട എന്നാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ബെപ്കോയിലെ ജീവനക്കാർക്ക് ബോണസ് കിട്ടിയതിൽ അസൂയ മൂത്ത ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിശ്വസിച്ചുള്ളരുത്. ഞാൻ ഈ കുടി കൂടുമ്പോഴൊക്കെ ഞാൻ അസ്വസ്ഥപ്പെടുന്നത്, പലപ്പോഴും നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഈ പരിപാടികളിൽ വരുന്ന ആൾക്കാർ അവരുടെ ദുഃഖഭാരം ഇറക്കി വയ്ക്കുമല്ലോ പരിപാടിയിൽ. അപ്പം മിക്കവാറും കുടുംബം തകർന്നു പോയതിൻ്റെ ഒരു കാരണം മദ്യമായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ, വിദേശ നാട്ടിലുള്ള ആൾക്കാർ മദ്യം കഴിക്കുന്നതല്ലല്ലോ. കുടിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് കുടിച്ച് 10 പേര് അറിയണം, എൻ്റെ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കി അടങ്ങും എന്നുള്ള രീതിയിലുള്ള പോക്ക. അതുകൊണ്ട് ഞാനങ്ങ് പരിതപിച്ചതാണ്.